Head over heels for that someone. Head for the hills for nothing. Running, scared, screaming at the top of my lungs. And my ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി കണ്ണ് തുറയുന്നില്ല കേട്ടാ. സംഭവമായി എനിക്കിപ്പോൾ കഴിയാത്ത കൊണ്ട് രാത്രി ഫുൾ ഉറങ്ങുന്നില്ല. രാവിലെ 4 മണിക്ക് എണിച്ചിട്ട് ഇരുന്നിന് കേട്ടോ. രാത്രി ഇങ്ങനെ കരഞ്ഞോണ്ടും ചുമച്ചോണ്ടും ഇരുന്നിട്ടുണ്ടായിന്. 4 മണിക്ക് കറക്റ്റ് എണിച്ചിട്ട് ഇരിക്കുന്നില്ല. ഇപ്പോൾ 3 ദിവസമായിട്ട് 4 മണി എങ്ങനെ അറിയുന്നറിയില്ല. പിന്നെ കരച്ചിൽ സ്റ്റാർട്ടാക്കിനെ. പിന്നെ 6 മണിയാകുമ്പോൾ വെച്ച് കൂക്കാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ഒരു 6:30 ഉമ്മ തന്നെ വന്ന് ലാസ്റ്റ് ഓനൊക്കെ ഉമ്മാനൊക്കെ കൊടുത്തിട്ട് നല്ല മോള് വന്നിട്ട് പിന്നെ കിടക്കുന്നു കേട്ടോ. ഒട്ടും കഴിയുന്നില്ല, തല ഇങ്ങനെ പൊട്ടുന്നുണ്ടേന്. അങ്ങനെ എന്താക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എത്ര മണി ഇപ്പോൾ ഒരു 8 മണീൻ്റെ അടുത്താകുമ്പോഴത്തേക്ക് ഞാൻ എണിച്ചിട്ടാ. കറക്റ്റ് തന്നെ 8 മണി ആവാറായിട്ടുണ്ട്. കുറച്ച് നേരം ഫോണിലെല്ലാം നോക്കിക്കൊണ്ടിരുന്ന് ഇനി ക്ലീൻ ആക്കിയിട്ട് നേരം അയ്യനും എന്തിയാക്കുന്നുണ്ട് നോക്കണം. ഒട്ടും കഴിഞ്ഞില്ല കേട്ടാ. താഴെ പോയിട്ടാകുമ്പോൾ കുറച്ച് ഓക്കെ ആയി. കരച്ചിൽ തന്നെ വെറുതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നം. ഞാൻ ഇരുന്നൂടാ, ഞാൻ ഉറങ്ങിക്കൂടാ. എൻ്റെയൊക്കെ പറഞ്ഞാൽ നീ ഉറങ്ങണ്ട, നീ എണിക്ക്, നീ ഇരിക്കണ്ട, നീ നിൽക്ക്, ഇങ്ങനത്തെ പ്രശ്നം കേട്ടാ. അങ്ങനെ താഴെ വന്നിട്ട് നോക്കുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. എവിടെ പോയതാ വാതിൽ തുറന്നു നോക്കുമ്പോൾ സൂര്യനും മാത്രം കാണുന്നുണ്ട് നല്ല വെളിച്ചത്തോടെ. പിന്നെ ഇതൊക്കെ കുറേ നേരം ഇരുന്ന് പിന്നെ കുറച്ച് ഓക്കെ ആയി. പിന്നെ ഉള്ളിൽ ഫുള്ള് പോയിട്ട് നോക്കിയിട്ടാ. അപ്പോഴത്തേക്ക് മനസ്സിലായി ഉമ്മവും മോനും എവിടെയോ ഒന്നാണോ പറയാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞ് ചാക്ക് നിലത്തിട്ട് അടിപൊളി ഷേക്ക്, ഞാൻ ബനാന ഷേക്ക് രാവിലെ അങ്ങനെ ആക്കി കുടിക്കില്ല. അപ്പം ഇന്ന് എന്താ പറയുക, രാത്രി ഒന്നും തിന്നാതെ കിടന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് പൈക്കുന്നുണ്ടായിന്. സോ ഒരു ഷേക്ക് അടിച്ചിട്ട് കുടിച്ച്. പിന്നെ എന്താ പറയുക, അയനിനെ കൂറ്റുകുരുമാരി ഇല്ലാത്തതുകൊണ്ട് ഒരു എന്താ പറയുക ഭയങ്കര ഒരു പാങ്ങില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാങ്ങില്ല. അപ്പോഴത്തേക്ക് തുണി ആറിടാനാകുമ്പോഴത്തേക്ക് ഇതാ വരുന്നുണ്ട് കേട്ടോ. ആടുന്ന് മോനും രണ്ടാളും നുണ പറഞ്ഞിട്ട് വരുന്നുണ്ട്. രാവിലെ ഇവർക്ക് ഉണ്ടല്ല ഒരു റൗണ്ട് പോയില്ലെങ്കിൽ ഒരു മനസ്സിന് സമാധാനമില്ല. അന്നത്തെ ഒരു ദിവസം അവർക്ക് ഓക്കെ ആയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ ഒരു റൗണ്ട് അടിക്കും, വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് പോകട്ടെ. രാവിലെ ഉമ്മക്ക് പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഉമ്മാൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിച്ച് കുറച്ച് എന്തെല്ലോ കണക്കൂടാന്ന് പറയാതെ ഉമ്മക്ക് വയറിന്ന് തുന്നത് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ കണിക്ക് ഉമ്മക്ക് ഓക്കെ ആകുന്നില്ല കേട്ടോ. ഉമ്മാനിപ്പോൾ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ അവിടെ പോയിട്ട് വന്നെങ്കിൽ ഉമ്മക്ക് അന്നത്തെ ദിവസം ഓക്കെ ആവും. സോ അങ്ങനെ വന്നിട്ട് അപ്പോഴത്തേക്ക് ഉമ്മ മൂന്ന് നാല് മുട്ട പൂങ്ങിയിട്ടുണ്ടായിന് എനിക്കെല്ലാം അയച്ച്. അങ്ങനെ അതിന് ജസ്റ്റ് കുരുമുളകെല്ലാം ഇട്ടിട്ട് അങ്ങനെ തിന്നാൻ പറ്റൂ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് മുട്ട അങ്ങനെ അയനക്ക് കൊടുത്തുമ്പോൾ അയനക്ക് വേണ്ടാന്ന്, അയൻ ഓക്കെ ഇല്ല. അങ്ങനെ ഞാൻ തിന്നുമ്പോഴത്തേക്ക് ഉണ്ടല്ല കുഞ്ഞിക്ക് ഒട്ടും കഴിയുന്നില്ല. ഒന്നാമത് എനിക്ക് ഉറക്ക് ശരിയില്ലാത്തത്, രണ്ടാമത്തേത് ഓന് തീരെ ഓക്കെയില്ല. ഞാൻ കുറേ വിളിച്ചു, ഓന് നിലത്തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കാണുമ്പോൾ എന്തോ ആയിപ്പോയി. എൻ്റെ അടുത്ത് എന്താ പറയല്, ഓന് തൊട്ടൂടാ. ഓന് പറഞ്ഞ പാടന്നെ ഓന് എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഓക്കെ സെറ്റ്. പിന്നെ അതല്ലാതെ ഓന് ഞാനായിട്ട് എടുത്തൂടാ. അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഓൻ തന്നെ വന്നിട്ട് എൻ്റെ മടിമ കയറിയിട്ട് കിടന്ന് പിന്നെ പറഞ്ഞ് ഈടുന്ന് എണിക്കണ്ട, നീ അതാക്കണം. ഞാൻ പറഞ്ഞു നീ മാമാനെ കിടന്നോ, ഞാൻ ബെമ്പത്തല ചുട്ടിട്ട് വരാം. ലാസ്റ്റ് പോകണ്ടോന്നൊരു കരച്ചിൽ. ലാസ്റ്റ് ഉമ്മനെ ഓരൊക്കെ ആക്കിയിട്ട് ഞാൻ പോയിട്ട് പത്തല ചൂടാൻ നിന്നിട്ട് ആകുമ്പോഴത്തേക്ക് മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞുകൊണ്ടുണ്ടായിന്. അങ്ങോട്ടും ഇങ്ങോട്ട് എനിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് ഒട്ടും കഴിയുന്നില്ല, അതാണ് പ്രശ്നം. ഒന്നാമത് ഇവർക്ക് കഫം കെട്ടുണ്ടായത് കൊണ്ട് തല പൊന്തുന്നില്ല, അതാണ് പ്രശ്നം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി ഉറക്കാൻ നോക്കിയിട്ടാ. അപ്പോഴത്തേക്ക് ഉറങ്ങിയ കുറച്ച് ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉറക്കാൻ വന്നിട്ടുള്ളത്. ഇനി ഉറങ്ങി എണിച്ചപ്പാട് ശരിയാവും. പിന്നെ എന്താ പറയല്ലേ, അയന്നെ ഉറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോകാൻ കഴിയുന്നില്ല കേട്ടോ. അതാണ് പ്രശ്നം. ജസ്റ്റ് എന്താ പറയല്ലേ, ഡോറ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ താഴെ എത്തിയാൽ മതി, അപ്പം കരയാൻ സ്റ്റാർട്ടാവും. എങ്ങനെ മനസ്സിലാവും എന്നറിയില്ല കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ബെഡിൽ നിന്ന് താഴെങ്കിൽ അതും പ്രശ്നം. ഞാനിങ്ങനെയല്ലോ മുങ്ങിയിട്ട് താഴെ പോയിട്ട് വന്നിട്ടാ. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, അതിന് റെഡിയാന്നുള്ളത്. അതിനൊരു 1 അവർ ഉറങ്ങിയിട്ട് എണിച്ചിട്ട് അപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിന്. സോ ഓനെ റെഡിയാക്കുന്നില്ല, ഇത് കുട്ടപ്പനായിട്ട് റെഡിയാക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓന് എന്താ പറയുക, ഇന്ന് കഴിയാത്തതുകൊണ്ട് കുറച്ച് വിടുന്നുണ്ട് കേട്ടോ, റെഡിയാക്കാൻ വിടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒട്ടിങ്ങനെ ഇനി പൊന്നെ ഇങ്ങനെ എന്തെല്ലോ അലമ്പാക്കൂട്ടോ. അവൻ്റെ ഫേസ് തൊട്ടിങ്ങനെ എനിക്ക് ആയില്ല, അതാണ് അവൻ്റെ പ്രശ്നം. പിന്നെ അതിനിടയിൽ പറയുന്നുണ്ട് പൗഡറൊന്നും ഇടണ്ട അമ്മ, എനിക്ക് വേണ്ടെന്നല്ല പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചൂടിനുണ്ടല്ല പൗഡർ ഇടാതെ പറ്റിയില്ല. ഞാൻ ഈ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഒരു ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിക്ക് ജസ്റ്റ് പൗഡർ മാത്രം ഇട്ട് കൊടുത്തിട്ടാ. ഇല്ലെങ്കിൽ പൗഡർ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ചൂട് കുരു പൊന്തും. സോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ വെയിലിപ്പോയി എൻ്റെ പൊന്നെ,
സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതാ റെഡി ആയിട്ട് എൻ്റെ ഷോൾഡറിൽ കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ. അവനെ ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം തട്ടാൻ പറയും. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. എവിടെ പോയാലും തട്ടണം. മുമ്പെങ്കിൽ മാമാൻ്റെയൊക്കെ ചമ്മൂൻ്റെയൊക്കെ എല്ലാം പോകുന്നുണ്ടായിന്. ഇപ്പം അമ്മി തട്ട് ഇത് മാത്രം. എൻ്റെ പൊന്നെ പ്രഷർ വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ റെഡിയാകുന്നില്ലത്. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഇടുന്നില്ല. ഇത് ഇട്ടാൽ ക്രീമായിട്ട് ഒന്നും അപ്ലൈ ചെയ്തിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് ബ്ലഷും ലിപ്സ്റ്റിക്കിന് തന്നെ ബ്ലഷ് ആക്കി ഇടുന്നില്ലത്. പിന്നെ ഐലൈനർ എന്താ വെച്ചെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ ക്രീം ഇടാത്ത കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ ഇട്ടപ്പാട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ എന്തോ ഒരു ബ്ലാക്ക് അടിക്കൂട്ടാ. എനിക്ക് പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐലൈനറും ബ്ലഷും ഇത്ര മാത്രം ഇടുന്നില്ല ഇതിട്ടാ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വരുമ്പോൾ പോകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആദ്യമൊക്കെ വരുമ്പോൾ ഉണ്ടാവും. ആകെ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം പോയിട്ടുണ്ടാവും. സോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹെയർ ഇങ്ങനെ ഇട്ടിട്ട് വന്നിന്, നല്ല രസമുണ്ടായിന്. അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്തെന്നറിയോ കോമഡി, ഈ ചൂടത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയി എങ്ങനെ ഉണ്ടാകും അതിനിടയിൽ അയാനും. പിന്നെ ഞാൻ ഒരു ബാക്കിലൊരു റബ്ബറിനെ ഇട്ടിച്ച് കെട്ടിച്ച് പോകുന്നില്ല കേട്ടാ. പെണ്ണ് കീമ്പളത്തേക്ക് ഓൻ തന്നെ നടന്നിട്ട് പോയി. പക്ഷെ പകുതി എത്തുമ്പോൾ തുടങ്ങിയിട്ട് അമ്മീ തട്ട് 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 എന്ന് പറഞ്ഞിച്ച് പിന്നെ എങ്ങനെയല്ലോ ആയി ഓട്ടോറിക്ഷ കെട്ടിപ്പോയി. ആകാശം കാണാൻ നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. സോ ഇങ്ങനെ പോകുന്നില്ല കേട്ടാ. വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോൾ കാറ്റ് കൊള്ളുമ്പോൾ എന്ത് സുഖം എന്നറിയാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മംഗലപ്പര എവിടെയൊന്നും കണ്ടിച്ചു പോലും ഇല്ല. എനിക്കറിയില്ല കേട്ടോ ആരെ കല്യാണം എന്ന് പറഞ്ഞിച്ച് അമ്മ ഇങ്ങനെ ഫാമിലി പറഞ്ഞിരുന്നതിനായിരുന്നു. പക്ഷെ ഞാൻ അവരെ കണ്ടിച്ചാന്നാണ് എനിക്കറിയുന്നത്. ഞാൻ കണ്ടിച്ചാന്ന് തോന്നുന്നു. സോ എന്താ പറയുക, എങ്ങനെയല്ലോ ആയി. അപ്പോഴത്തേക്ക് ബ്ലോക്ക് ആയതാ. ഞാൻ ഈ ചുമൽ മുട്ടുന്നുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഫൈനൽ പെര കണ്ടുപിടിച്ചു കേട്ടാ. അവിടെ അമ്മ കോളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോയി അവിടെ എത്തി. പിന്നെ എന്താ പറയുക, പുതിയനെ കാണാൻ പോയിട്ടാ. പുതിയനെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. എന്താ വെച്ചെങ്കിൽ എനിക്ക് വേറെ ഫേസ് കാണിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എന്താ വെച്ചെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുക ആരോ അല്ല. സോ അതുകൊണ്ട് ഞാൻ ആരെ ഫേസ് ഇടുന്നില്ല കേട്ടോ. അങ്ങനെ പുതിയനെ കണ്ടേ ചോറും കഴിച്ചിട്ട് നേരെ ഇനി പോകുന്നില്ല. ഇതുണ്ടല്ലോ കണ്ട, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് തട്ടാൻ പറയുന്നു. അപ്പോഴത്തേക്ക് ആർന്നും തന്നെ തട്ടാൻ പറയുന്നത് തട്ടിക്കോൺ തന്നെ ഉണ്ടായത് ഞാൻ. പിന്നെ ആർന്നും മാമാൻ്റെ ഉപ്പൊക്കെ കഴിയുന്നുണ്ടായിച്ചാൽ. സോ ഉപ്പനെ നോക്കാൻ പോകാനുണ്ടായിന്. അങ്ങനെ നേരെ അവിടെ പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഹാള് മുകളിൽ കയറിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയല്ലോ ആക്കിയിട്ട് താഴെ എത്തിച്ച്. പിന്നെ ഇതാ എല്ലാവരും ഇരുന്നിട്ട് കാട്ടും കുറച്ച് നേരം നോക്കി. പിന്നെ അവിടെ നേരെ കഴിഞ്ഞിട്ട് പോയിട്ടാ. സോ എന്താ പറയില്ലേ, അങ്ങനെ ആടുന്ന് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചായക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നേരെ ഐഡൽ ബേക്കറിൽ പോയി ചായക്ക് വാങ്ങി നേരെ വിട്ടു പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.